ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ വാങ്ങിയ പച്ചക്കറി തൈ കണ്ട. ഇത് ചൈനീസ് കേബേജ് വയലറ്റ് 3 രൂപയാണ്. കുറച്ചെണ്ണം വാങ്ങിന്. ഇത് താലോരിൻ്റെതാണ്. ഇതിൻ്റെ വിത്ത് വാങ്ങി നട്ടിട്ട് നോക്കുമ്പോൾ ഒന്നും മുളച്ചിട്ടില്ല. എല്ലാത്തിനും 3 രൂപയുണ്ട് ഒരു തൈക്ക്. ആ കൂട്ടത്തിൽ വഴുതിനേൻ്റെ തൈയും വാങ്ങി 3 എണ്ണം. പിന്നെ ബ്രോക്കോളിൻ്റെ തൈ 3 ബ്രോക്കോളി തൈ, അതുപോലെ 3 കോളിഫ്ലവറിൻ്റെ തൈ വാങ്ങിന്. പിന്നെ ഇതും കേവേജും എല്ലാം 3 വീതം വാങ്ങി. ഇത് 6 തൈയുണ്ട് വയലറ്റ് കേവേജിൻ്റെത്. ഇത് വെറുതെ ഒന്ന് നട്ട് കൊടുത്ത പയറാണ്. ഒന്നും വളമൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വളത്തിൻ്റെ ബാക്കി ഇവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത് വളർന്നിട്ട് കുറേശ്ശെ പയറുണ്ട്. നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ തൈക്കും 3 രൂപയുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലിട്ടാൽ തന്നെ പൊടിച്ച് കിട്ടുന്നതാണ് പെട്ടെന്ന്. അതുകൊണ്ട് വാങ്ങിയില്ല. നമുക്ക് അടുപ്പം തണമൽ വെച്ച് വേണമെങ്കിൽ ഉണക്കി വെക്കാം. നല്ല പഴുപ്പായി വരുന്നേ ഉള്ളൂ, ഉണങ്ങിയിട്ടില്ല. മഴയുടെ ലക്ഷണം കാണുന്നതുകൊണ്ട് ഞാൻ അടർത്തിയെടുത്തതാണ്. ഞാൻ മുമ്പ് വാങ്ങിയ വിത്തിൽ ഇത് മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. ആ വെള്ള ബീൻസ്, കുറ്റി ബീൻസ് ഇതൊരു ചെറിയ ചെടിയാണ്, നോക്കറ. ഇതിൻ്റെ മേലെയുണ്ട് 3-4 എണ്ണം. 2 എണ്ണം ഞാൻ മുമ്പ് പറിച്ചിന്. ഇതിന് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വളം പറഞ്ഞുതരാം. ഈ ഒരു വളമാണ് പച്ചക്കറിക്ക് ഏറ്റവും യോജിച്ചത്. നമുക്ക് 5 പൈസ ചിലവില്ല. ഇപ്പം മത്സ്യം ധാരാളം കിട്ടുന്നു. മത്സ്യം കഴിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. മത്സ്യം മുറിച്ചിട്ട് കഴുകിയ സമയത്ത് കഴുകിയ വെള്ളം ഒഴിച്ച് വെച്ചതാണ് ഞാനിന്ന്. ഇത് നന്നായി നേർപ്പിക്കുക. എന്നിട്ട് ഈ പൂച്ച, പന്നി എല്ലാം മാന്തുന്നതിന് പകരം ലേശത്തിൽ ചാണകം കലക്കിയതോ, ചാണകം ഇല്ലെങ്കിൽ വേപ്പും പിണ്ണാക്കോ എന്തെങ്കിലും കുറച്ച് ചേർത്തിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ എടുത്തു വെച്ചതാണ്. ഇപ്പം തന്നെ ഞാനത് വളരെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കുറച്ച് വെണ്ണീര് ചേർത്താലും മതി. പൂച്ചയോ നായോ ഇങ്ങനെ എൻ്റെ മെരട് മാന്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. പെട്ടെന്ന് ഉഷാറായിക്കോളും. ഞാനിപ്പോൾ പച്ചമുളകിന് ഇന്നലെ ഇങ്ങനെ മണ്ണ് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റിലും മെരടിന് കൊള്ളാണ്ട്, ചെടിക്ക് തട്ടാണ്ട് ചുറ്റിലേക്കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ചെടി നന്നായി തഴച്ച് വളരും. ഈ സാധനം എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഒഴിച്ചു കൊടുക്കാനും എളുപ്പമാണ്. മണം ഇഷ്ടപ്പെടാതൊക്കെ ഒരു ഗ്ലൗസോ പ്ലാസ്റ്റിക് പാക്കറ്റോ എന്തെങ്കിലും കൈക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ ഒരു മാർഗ്ഗം സ്വീകരിച്ച് നോക്കൂ. എല്ലാവർക്കും പച്ചമുളകിനെയും പച്ചക്കറിയെല്ലാം വളർത്താൻ പറ്റും.